ഹായ് ടീം, വെൽക്കം ബാക്ക്. ശ്രീരാഗ്, അനന്തു, യദു, ഷാഹിൽ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് 2ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും ഒരു ക്രൂഷ്യൽ പാർട്ടാണ്, ഹൈബ്രിഡ് ഐഡന്റിഫിക്കേഷൻ പ്രോട്ടോകോൾ. ഇത് ശരിക്കും നമ്മൾ മാസ്റ്റർ ചെയ്യണം, കാരണം നമ്മുടെ പ്രോജക്റ്റിന്റെ വിജയം തന്നെ ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ഒട്ടിക്കുന്ന QR കോഡ് സ്റ്റിക്കറുകൾ റിയൽ വേൾഡിൽ എന്തൊക്കെ സംഭവിക്കാം? ചിലപ്പോൾ അതിൽ പോരൽ വീഴാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇളകിപ്പോവാം, അല്ലേ? മഴയും വെയിലും കൊണ്ടാൽ പിന്നെ അത് സ്കാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? സിമ്പിളാണ്, നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റവും ഈ കാണുന്ന ഫിസിക്കൽ അസറ്റും തമ്മിലുള്ള ആ ഒരു ബ്രിഡ്ജ്, ആ കണക്ഷൻ അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള നമ്മുടെ എഞ്ചിനീയർഡ് സൊല്യൂഷൻ അതാണ് ഹൈബ്രിഡ് ഐഡന്റിഫിക്കേഷൻ പ്രോട്ടോകോൾ. നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉപയോഗിച്ചൊരു കീവേഡ് ഉണ്ട്, അത് മറക്കരുത്: ഓപ്പറേഷണൽ റെസിലിയൻസ്. അതിൻ്റെ അർത്ഥം എന്താ? ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യണം, അതിന് താഴെ വീഴാൻ പാടില്ല. ആ ഒരു ഉറപ്പാണ്, ആ ഒരു ഗ്യാരണ്ടിയാണ് ഈ പ്രോട്ടോകോൾ തരുന്നത്. ഈ ഡിസൈൻ്റെ ഫിലോസഫി തന്നെ വളരെ സിമ്പിളാണ്. നമുക്കെപ്പോഴും രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രൈമറി ഡിജിറ്റൽ പാത്ത്, അതായത് QR കോഡ് സ്കാനിംഗ്. ഇനി അഥവാ അത് വർക്ക് ആയില്ലെങ്കിൽ ഒരു സേഫ്റ്റി നെറ്റ് പോലെ നമുക്കൊരു മാനുവൽ ഫോൾബാക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫെയിലായാലും പേടിക്കാനൊന്നുമില്ല, മറ്റേ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഐഡിയൽ സിറ്റുവേഷൻ, അതായത് എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യൂസറിന് എങ്ങനെയുണ്ടാവും? ഒരു സ്റ്റുഡൻറ്റ് വരുന്നു, QR കോഡ് സ്കാൻ ചെയ്യുന്നു, അപ്പോൾ തന്നെ സിസ്റ്റം ആ അസറ്റ് കോഡ് എടുത്തിട്ട് ഫോമിൽ ഫീൽഡ്സ് ഒക്കെ തനിയെ ഫിൽ ചെയ്യും. ശരിക്കും പറഞ്ഞൊരു മാജിക്ക് പോലെ, അല്ലേ? എല്ലാം സ്മൂത്തായിട്ട് പെട്ടെന്ന് നടക്കും. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ പാതയുടെ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ആ മാനുവൽ എൻട്രി ഫീൽഡ് ഉണ്ടല്ലോ, അതൊരു വെറും ഓപ്ഷൻ ഡി അല്ല, അതൊരു നിർണായകമായ ഒരു ക്രിട്ടിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തീരുമാനമാണ്. കാരണം എന്താ? QR കോഡ് വർക്കായില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ടിംഗ് അവിടെ നിൽക്കാൻ പാടില്ല. ആ ഫീൽഡാണ് ശരിക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ നട്ടെല്ല്, അതിനെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണാം. ഈ പ്രോട്ടോകോൾ ശരിക്കും കോഡിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ലെറ്റ്സ് ഡൈവ് ഇൻ. ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. നമ്മുടെ views/forms/generate_qr.php. ഇത് അഡ്മിൻ സൈഡിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ഓരോ അസറ്റിനും വേണ്ടി യുണീക്കായിട്ടുള്ള QR കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ബേസിക്കലി ഇത് ചെയ്യുന്നത് ഓരോ അസറ്റിൻ്റെയും പ്രൈമറി കീയിലെ ആ AST-XXX എന്ന കോഡ് അതൊരു URLന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് അതിൽ നിന്നൊരു QR കോഡ് ഉണ്ടാക്കുന്നു. അടുത്തത് ഫ്രണ്ട് എൻഡ്. യൂസർ സ്കാൻ ചെയ്യുമ്പോൾ ആക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്. നമ്മളിവിടെ HTML5 QR കോഡ് എന്നൊരു അടിപൊളി ലൈബ്രറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് സ്കാനർ എന്ന് വിളിക്കുമ്പോൾ അത് ഫോണിൻ്റെ ക്യാമറ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്കാനിംഗ് തുടങ്ങും. ഒരു QR കോഡ് കിട്ടിയാൽ ഉടനെ ഓൺ സ്കാൻ സക്സസ് എന്ന ഫംഗ്ഷൻ ട്രിഗർ ആവും. അത് ആ QR കോഡിലെ ഡേറ്റയെ പാഴ്സ് ചെയ്ത് നമുക്ക് വേണ്ട അസറ്റ് കോഡ് മാത്രം പുറത്തെടുക്കും. ഓക്കേ, ഫ്രണ്ട് എൻഡിൽ നിന്ന് കോഡ് കിട്ടി. ഇനി എന്ത് സംഭവിക്കും? ഇവിടെയാണ് ബാക്ക് എൻഡിൻ്റെ റോൾ വരുന്നത്. includes/checkAsset.php. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ്. കാരണം സ്കാൻ ചെയ്ത് കിട്ടിയ കോഡായാലും ശരി, മാനുവലായി ടൈപ്പ് ചെയ്ത് കോഡായാലും ശരി, അത് നമ്മുടെ ഡേറ്റാബേസിലുള്ളൊരു വാലിഡ് അസറ്റാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആദ്യം ആ കോഡ് വാങ്ങും, പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി CSRF ടോക്കൺ ശരിയാണോ എന്ന് നോക്കും. എന്നിട്ടാണ് ഡേറ്റാബേസിൽ പോയി ഈ അസറ്റ് ഉണ്ടോയെന്ന് തപ്പുന്നത്. ഈ വെരിഫിക്കേഷൻ പാസ്സായാൽ മാത്രമേ സിസ്റ്റം ആ റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകൂ. റൈറ്റ് ടീം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നമ്മളൊരു മോക്ക് വൈവ സെഷൻ പോലെയാണ് പോകുന്നത്. നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടഫ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. നിങ്ങളുടെ ടെക്നിക്കൽ ചോയ്സസ് ഡിഫെൻഡ് ചെയ്യാൻ ഇത് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു എക്സ്റ്റേണൽ എക്സാമിനർ, ചിലപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ആൾ ഇങ്ങനെ ചോദിക്കാം: ഒരു സ്റ്റുഡൻറ്റ് QR കോഡ് സ്കാൻ ചെയ്യുന്ന അതേ നിമിഷം അവൻ്റെ ഫോണിലെ നെറ്റ് പോയി. അപ്പോൾ ഓഫ്ലൈൻ റിപ്പോർട്ട് സേവ് ചെയ്യുന്നതിന് മുമ്പ് ആ അസറ്റ് ID ഒരു യഥാർത്ഥ ID ആണോ എന്ന് സിസ്റ്റം എങ്ങനെ ഉറപ്പുവരുത്തും? ഇത് നിങ്ങളുടെ ഓഫ്ലൈൻ ആർക്കിടെക്ചറിലുള്ള അറിവ് അളക്കുന്നൊരു ചോദ്യമാണ്. ഇതിനുള്ള കൃത്യമായ ടെക്നിക്കൽ ഉത്തരം ഇങ്ങനെയാണ്: നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെർവറിൽ പോയി അപ്പോൾ തന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സർവീസ് വർക്കർ.js രംഗത്തേക്ക് വരും. അത് ആ സബ്മിഷനെ പിടിച്ചെടുത്ത് ഇൻഡെക്സ്ഡ് DBയിലുള്ള ഓഫ്ലൈൻ റിപ്പോർട്ട്സ് എന്ന സ്റ്റോറിലേക്ക് തൽക്കാലത്തേക്ക് ക്യൂ ചെയ്തു വയ്ക്കും. പിന്നെ എപ്പോഴാണോ നെറ്റ് തിരികെ വരുന്നത് ആ നിമിഷം സർവീസ് വർക്കറിൻ്റെ സിങ്ക് ഇവന്റ് വർക്കാവുകയും ക്യൂവിലുള്ള ആ ഡേറ്റ സെർവറിലേക്ക് അയക്കുകയും ചെയ്യും. ഫൈനൽ വാലിഡേഷൻ നടക്കുന്നത് അപ്പോഴാണ്. ഈയൊരു പ്രോസസ്സിനെയാണ് ഡിഫേർഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം സെക്യൂരിറ്റിയെക്കുറിച്ചാണ്. ഒരു സ്റ്റുഡൻറ്റിന് ചുമ്മാ ഇരുന്ന് AST0001, AST0002, AST0003 എന്നിങ്ങനെ ഓരോന്നായി ടൈപ്പ് ചെയ്ത് നമ്മളെ സിസ്റ്റത്തിലേക്ക് കുറേ ഫേക്ക് റിപ്പോർട്ടുകൾ അയച്ച് അതിനെ ഫ്ലഡ് ചെയ്യാൻ പറ്റില്ലേ? അതിനെതിരെ എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം ഒരു സിസ്റ്റം ബിൽഡ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് സെക്യൂർ ചെയ്യുകയും വേണം. ഇതിനുള്ള ഉത്തരം ഒരു മൾട്ടി ലെയർ ഡിഫെൻസ് എന്നാണ്.
നമുക്ക് 3 തലത്തിലുള്ള സംരക്ഷണമുണ്ട്. ലെയർ 1 സെഷൻ വാലിഡേഷൻ. ലോഗിൻ ചെയ്ത ഒരു ഓതന്റിക്കേറ്റഡ് യൂസർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇത് നമ്മുടെ includes/auth-logic.php ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ലെയർ 2 CSRF പ്രൊട്ടക്ഷൻ. ഏതൊരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴും ഒരു യുണീക്ക് CSRF ടോക്കൺ കൂടെ പോവും. ഇത് include/csrf.php ആണ് നോക്കുന്നത്. അതുകൊണ്ട് ബോട്ട്സ് വച്ചുള്ള ഓട്ടോമേറ്റഡ് അറ്റാക്സ് നടക്കില്ല. ലെയർ 3 റേറ്റ് ലിമിറ്റിംഗ്. ഒരേ യൂസർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് റിക്വസ്റ്റ് അയച്ചാൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് സെർവർ ലെവലിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇനി ഫൈനൽ ചോദ്യം. ഇത് നിങ്ങളുടെ ടെക്നോളജി ചോയ്സിനെ കുറിച്ചാണ്. അസറ്റ് ട്രാക്കിങ്ങിന് എന്തുകൊണ്ട് നിങ്ങൾ NFC ടാഗ്സ് ഉപയോഗിച്ചില്ല? എന്തിനാണ് QR കോഡ്സ് തിരഞ്ഞെടുത്തത്? നിങ്ങളെടുത്തൊരു പ്രധാന ഡിസൈൻ ഡിസിഷനെ ന്യായീകരിക്കാനുള്ള ഒരു ചോദ്യമാണിത്. ഇതിനുള്ള ഉത്തരം വളരെ പ്രാക്ടിക്കലാണ്. അതിൽ 2 പ്രധാന പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തേത് കോസ്റ്റ്, അതായത് ചിലവ്. QR കോഡ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കാം, അതിന് കാര്യമായ ചെലവില്ല. പക്ഷേ NFC ടാഗ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും നമ്മൾ പണം കൊടുത്ത് വാങ്ങണം. രണ്ടാമത്തെ പോയിന്റ് ഹാർഡ്വെയർ കമ്പാറ്റബിലിറ്റി. ഇന്ന് മിക്കവാറും എല്ലാ സ്റ്റുഡൻസിൻ്റെ കയ്യിലുമുള്ള സ്മാർട്ട് ഫോണിൽ ക്യാമറയുണ്ട്. അതുകൊണ്ട് QR കോഡ് ആർക്കും സ്കാൻ ചെയ്യാം. പക്ഷേ NFC എല്ലാ ഫോണിലും ഉള്ളൊരു ഫീച്ചർ അല്ല, അല്ലേ? അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പോലൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇത്രയും വലിയ തോതിൽ ഇത് നടപ്പിലാക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ടീം, അവസാനമായി ഒരു കാര്യം മനസ്സിൽ വെക്കുക. നിങ്ങളുണ്ടാക്കിയത് ഒരു വെറും റിപ്പോർട്ടിംഗ് ടൂൾ അല്ല. അത് മറക്കരുത്. നിങ്ങളുടെ തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടിലെ വാചകം കടമെടുത്താൽ ഇതൊരു റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്റലിജൻസ് സിസ്റ്റമാണ്. ഏത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒന്ന്. ആ ഒരു കോൺഫിഡൻസോടെ വേണം നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്രസന്റ് ചെയ്യാൻ. ഓൾ ദ ബെസ്റ്റ്.